ട്രംപും നശിച്ചു, ട്രംപിന്റെ രാജ്യവും നശിച്ചു. യുദ്ധം കൊണ്ട്, അധികാരമോഹം കൊണ്ട് എല്ലാം പിടിച്ചെടുക്കാമെന്ന് കരുതിയ അമേരിക്കയ്ക്ക് വലിയ പതനമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഒന്നാമത്തെ കാര്യം, ഈ യുദ്ധത്തിൽ അവർക്ക് ഒന്നും തന്നെ പൂർണ്ണമായും നേടിയെടുക്കാനോ ഭാഗികമായിട്ട് പോലും കഴിഞ്ഞിട്ടില്ല. ആ ഒരു അവസ്ഥയിലേക്ക് പോകുന്നു. രണ്ടാമത്തെ കാര്യം, സ്വന്തം പ്രസിഡന്റ് രാജ്യത്തെ തകർക്കുകയും അവിടുത്തെ സൈനികർ വലിയ ഭീഷണിയിലാവുകയും പരസ്പരം ഏറ്റുമുട്ടുകയും ചെയ്യുന്ന ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേർന്നിരിക്കുന്നു. ഇറാനെ ആക്രമിക്കാൻ പോയി, ഇറാന്റെ സൈന്യത്തെ ആക്രമിക്കാൻ പോയി, ഇറാന്റെ ജനതയെ ആക്രമിക്കാൻ പോയി, അവരുടെ എണ്ണപ്പാടങ്ങൾ മോഹിച്ചു പോയി, ഹോർമുസ് അവരുടെ ഒരു ചെക്ക് പോയിന്റ് ആക്കി. പക്ഷെ ഇവിടെ എല്ലാം അമേരിക്കയ്ക്ക് ഉണ്ടാകുന്നത് കനത്ത നഷ്ടമാണ്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ അഹങ്കാരത്തിനാണ് ഇപ്പോൾ വലിയ രീതിയിൽ പണികിട്ടിരിക്കുന്നത്. സ്വന്തം രാജ്യത്തെ ആളുകൾ തല്ലി പിരിയുന്നു, സൈനികർ തല്ലി പിരിയുന്നു, പ്രതിഷേധം ഉണ്ടാകുന്നു. ഒരു വിഭാഗം ആളുകൾ, ട്രംപിനെ സപ്പോർട്ട് ചെയ്യാത്ത ആളുകൾ തെരുവിലിറങ്ങി വലിയ പ്രതിഷേധം നടത്തുന്നു. ഇതിൽ പരം ഒരു നാണക്കേട് അമേരിക്കൻ പ്രസിഡന്റിന് ഉണ്ടാകാനായിട്ട് ഇല്ല. അത്രയേറെ സ്വന്തമായി കുഴികുഴിച്ചു, അവിടെ തന്നെ പുതച്ചു മൂടിയ അവസ്ഥയിലാണ് ഇപ്പോൾ ട്രംപ് ഉള്ളത്. ഒരു രാജ്യത്തെ എങ്ങനെയൊക്കെ നശിപ്പിക്കാം, അതേപോലെ സ്വന്തം അധികാരം കൊണ്ട് സ്വന്തം രാജ്യത്തെ നശിപ്പിച്ചിരിക്കുകയാണ്. പക്ഷെ ആ ഒരു രാജ്യത്തെ നശിപ്പിക്കാൻ എന്ന് കരുതി ഇറാനിലേക്ക് ചെന്നപ്പോൾ ഒരിക്കലും ട്രംപ് പ്രതീക്ഷിച്ചില്ല സ്വന്തം രാജ്യവും ജനതയും ഒക്കെ ഒരു നാശത്തിലേക്ക് പോകും എന്നുള്ളത്. നാശത്തിലേക്ക് ഈ ജനത പോകുന്നു എന്ന് പറയുമ്പോൾ അവിടെ ഏറ്റവും കൂടുതൽ അവർ ആ ഒരു നാശം എന്ന് വിശേഷിപ്പിക്കാവുന്നത് അവരുടെ വിലക്കയറ്റവും സാമ്പത്തിക പ്രതിസന്ധിയുമാണ്. ഇനി ഇതൊക്കെ നോക്കി കാണുമ്പോഴും മറ്റൊരു കൂട്ടരുണ്ട്, അവിടുത്തെ സൈനികർ. ഇറാന്റെ IRGCയെ പോലെ തന്നെ രാജ്യത്തെ രക്ഷിക്കാനും രാജ്യത്തിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുവാനും ട്രംപ് പറയുന്ന അല്ലെങ്കിൽ ട്രംപ് നിർബന്ധിച്ചൊക്കെ കൊണ്ടുപോകുന്ന ട്രംപിന്റെ ടീം ഒരുക്കിയിട്ടുള്ള ഒരുപാട് സൈനികരുണ്ട്. ഈ സൈനികർക്കിടയിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണ്. അമേരിക്കയുടെ ഏറ്റവും വലിയ പടക്കപ്പലുകളിൽ ഒന്നായിട്ടുള്ള USS എബ്രഹാം, അത് നമുക്കറിയാം, ഫെബ്രുവരി 28-ന് നങ്കുരമിട്ട് നടന്നെയായിരുന്നു ഇറാന്റെ തീരത്ത്. പക്ഷെ ഇപ്പോൾ അത് കട്ടപ്പുറത്താണ്. കട്ടപ്പുറത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു വശത്ത് ഒതുക്കിയിട്ടിരിക്കുകയാണ്. അങ്ങോട്ട് നീങ്ങാനും പറ്റുന്നില്ല, ഇങ്ങോട്ട് നീങ്ങാനും പറ്റുന്നില്ല. കാരണം അത് അവിടെ കടക്കുമ്പോൾ തന്നെ അതിന് വലിയൊരു തുക തന്നെ ചിലവാകുന്നുണ്ട്. ഒന്നാമത്തെ കാര്യം ഭയമാണ്. ഇതങ്ങാണ് ഇനി തീർന്നു കഴിഞ്ഞാൽ അമേരിക്കയുടെ എല്ലാം നശിച്ചു എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകും. ഇപ്പൊ കരയിൽ മാത്രമാണ് വലിയ രീതിയിലുള്ള ഞെട്ടിക്കുന്ന തരത്തിലുള്ള സാമ്പത്തിക നഷ്ടമുണ്ടായതും വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടായതും. അത് ഈ ഗൾഫ് മേഖലയിലെ സൈനിക താവളങ്ങളാണ്. ഇനി കരയിലേക്ക് നോക്കുകയാണെങ്കിൽ എബ്രഹാം ലിങ്കൻ ഉൾപ്പെടെ കടക്കുകയാണ്. സൈനിക കപ്പലുകൾക്ക് നേരെ ആക്രമണം ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഇത് അവരുടെ ഒരു പടക്കപ്പലാണ്. ആ പടക്കപ്പലിന് നേരെ ഏതെങ്കിലും തരത്തിൽ വലിയ രീതിയിലുള്ള പ്രശ്നമോ അല്ലെങ്കിൽ ആക്രമണമോ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് ട്രംപിന് വലിയൊരു തിരിച്ചടിയാകും. എന്തായാലും ഇപ്പോൾ ആ ഒരു പടക്കപ്പലിൽ നിന്ന് വരുന്ന വിവരം എന്ന് പറയുന്നത് അതീവ ഗുരുതരവും ഞെട്ടിക്കുന്നതുമായിട്ടുള്ള വാർത്തയാണ്. കപ്പലിലെ സൈനികർ തമ്മിലുണ്ടായ കടുത്ത സംഘർഷത്തിൽ 7 US നാവികർ കൊല്ലപ്പെട്ടതായിട്ടാണ് റിപ്പോർട്ട്. ഇറാൻ മാധ്യമമായിട്ടുള്ള തസ്നീം ന്യൂസ് ആണ് ഈ ഒരു വാർത്ത പുറത്തുവിട്ടിരിക്കുന്നത്. എന്നാൽ ലോകശക്തി എന്ന് അവകാശപ്പെടുന്ന അമേരിക്ക പ്രതിരോധത്തിലാക്കുന്ന ഈ ഒരു സംഭവത്തെക്കുറിച്ച് US നാവികസേനയോ പെന്റഗണോ ഇതുവരെ ഔദ്യോഗികമായിട്ട് പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല. സ്വന്തം അണികള് അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിലടിച്ച് മരിക്കുകയാണ്, കൊല്ലുകയാണ്. ഈ ഒരു അവസരത്തിൽ ട്രംപിന് യാതൊരു തരത്തിലും ഒരു കാര്യവും പറയാൻ കഴിയുന്നില്ല. ലോകത്തിന് മുന്നിൽ നാണം കെട്ടും. ഇനി മിഡിൽ ഈസ്റ്റിൽ മാസങ്ങളായിട്ട് തുടർന്ന യുദ്ധ സാഹചര്യത്തിൽ കപ്പലിലെ സൈനികർ കടുത്ത മാനസിക സമ്മർദ്ദത്തിലായിരുന്നു എന്ന വിവരങ്ങൾ നേരത്തെ തന്നെ പുറത്തു വന്നിരുന്നു. നമ്മൾ കഴിഞ്ഞ ഒരു വീഡിയോയിൽ ദി ജേർണലിസ്റ്റിലൂടെ പറഞ്ഞിരുന്നു, ഈ കപ്പലിൽ ഉണ്ടാകുന്ന സൈനികർ ആ സൈനികർക്ക് വേണ്ടിയിട്ട് മറ്റൊരു സ്ഥലത്ത് വെച്ച് ഒരു ചർച്ച നടത്തിയിരുന്ന സമയത്ത് ഈ കുടുംബങ്ങൾ ആവശ്യപ്പെടുകയാണ്, ഞങ്ങളുടെ ആളുകളെ ഇങ്ങോട്ട് കാണിക്കാനെങ്കിലും തരൂ, അല്ലെങ്കിൽ അവരെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരൂ, അവരുടെ സുരക്ഷിതം ഉറപ്പാക്കൂ, അവർക്ക് അവിടെ ഫുഡില്ല, അവിടെ രോഗങ്ങൾ പടർന്നു പിടിക്കുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യപ്പെടുന്നതിനിടയിലാണ് ഇത്തരം വാർത്തകൾ കൂടി വരുന്നത്. US സൈന്യത്തിന് കടുത്ത നാണക്കേട് ഉണ്ടാക്കുന്ന തരത്തിൽ നാവികർ പരസ്പരം ആയുധമെടുത്ത് പോരടിക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ്. കപ്പലിലെ ഈ പരിതാപകരമായിട്ടുള്ള സാഹചര്യങ്ങളും അനിശ്ചിതമായിട്ട് നീളുന്ന ദൗത്യവുമാണ് സൈനികരെ ഈ ഒരു കൂട്ടത്തലിലേക്ക് നയിച്ചത് എന്നാണ് സൂചനകൾ. US സെൻട്രൽ കമാൻഡ് മേധാവിയുടെ ഉപദേഷ്ടാവ് കപ്പൽ സന്ദർശിക്കാനും സൈനികരെ അഭിസംബോധന ചെയ്യാനും എത്തിയ സമയത്താണ് നാടകീയ സംഭവങ്ങളുടെ തുടക്കം എന്നുകൂടി ഓർക്കണം. കടുത്ത അമർഷത്തിലായിരുന്ന സൈനികർ ഉദ്യോഗസ്ഥന് നേരെ വെള്ളക്കുപ്പികൾ വലിച്ചെറിയുകയും തുടർന്ന് സൈനികർ ചേരി തിരിഞ്ഞ് കത്തിയും മറ്റു മാരകായുധങ്ങളുമായിട്ട് പരസ്പരം ആക്രമിക്കുകയുമായിരുന്നു.
മിസൈൽ ഭീഷണികൾക്കും കപ്പലിനുള്ളിലെ ദുരിത ജീവിതത്തിനുമിടയിൽ സൈനികരുടെ മാനസിക നില തെറ്റിയതിന്റെ ഒടുവിലത്തെ ഉദാഹരണം കൂടിയാണ് ഈ ചോരക്കളി എന്ന് പറയുന്നത്. ഒരു മനുഷ്യൻ ഇഷ്ടപ്പെട്ടിട്ടല്ലായിരിക്കും ഒരുപക്ഷെ പോയത്, കാരണം അവരുടെ മാനസിക നില തെറ്റിയിരിക്കുകയാണ്. എത്ര മാസങ്ങളായി അവർ കടലിലാണ്, അവർക്ക് വീട്ടുകാരെ കാണാൻ കഴിയുന്നില്ല, വീട്ടുകാരുമായിട്ട് ബന്ധപ്പെടാൻ കഴിയുന്നില്ല, യാതൊരു തരത്തിലുള്ള കാര്യങ്ങളും അവർക്ക് ചെയ്യാൻ കഴിയുന്നില്ല. ഈ കടലിൽ മാത്രമാണ്. അവിടെ ഫുഡിന് ക്ഷാമം വരുന്നു, ഈ പല രീതിയിലുള്ള പകർച്ചവ്യാധി രോഗങ്ങൾ ഉണ്ടാകുന്നു. ഇതൊക്കെ നടക്കുന്ന സമയത്തും യാതൊരു സാഹചര്യമില്ലാതെ തങ്ങളുടെ ജീവിതം ഇവിടെ തന്നെ ആയി പോകുമോ, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ മരണപ്പെട്ടു പോകുമോ എന്നുള്ള ഭീതി ഉണ്ടായി അവരുടെ മാനസിക നില തന്നെ തെറ്റിയിരിക്കുകയാണ്. 9 മാസത്തിലേറെയായി, അതായത് 260 ദിവസത്തിലധികമായി USS എബ്രഹാം ലിങ്കൻ ഇറാൻ തീരത്ത് നാവിക ഉപരോധത്തിന്റെ ഭാഗമായിട്ട് തുടരുന്നത്. അങ്ങോട്ടാണെങ്കിൽ പോകാനും കഴിയുന്നില്ല, തിരിച്ചു വരാനും കഴിയാത്തൊരവസ്ഥ. ഹോർമുസ് അടച്ചിട്ടിരിക്കുന്നു. സാധാരണഗതിയിൽ ഒരു യുദ്ധക്കപ്പൽ കടലിൽ വിന്യസിക്കാവുന്ന പരമാവധി കാലാവധി എന്ന് പറയുന്നത് 6 മാസമാണ്. എന്നാൽ നിലവിലെ പശ്ചിമേഷ്യൻ യുദ്ധ സാഹചര്യത്തിൽ ഈ കാലാവധി കഴിഞ്ഞും കപ്പലിന്റെ ദൗത്യം അനിശ്ചിതമായിട്ട് തുടരുകയാണ്. ഇനി സൈനികരിൽ വലിയ അസ്വസ്ഥത ഇതുണ്ടാക്കുന്നുണ്ട്. കാലത്തെ ചരിത്രത്തിലൊന്നും ഒരു US പടക്കപ്പൽ ഇത്രയും ദീർഘകാലം കര തൊടാതെ കടലിൽ കഴിഞ്ഞിട്ടില്ല. 5000-ഓളം വരുന്ന സൈനികരും സാങ്കേതിക വിദഗ്ധരുമാണ് ഈ ഭീമൻ വിമാനവാഹിനി കപ്പലിലുള്ളത്. ഇവർക്ക് ഫുഡ് വേണം, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മരുന്ന് വേണം, അവരുടെ ആവശ്യങ്ങൾ വേണം, അടിസ്ഥാന സൗകര്യങ്ങൾ വേണം. അവിടുത്തെ വെള്ളം പോലും മര്യാദയ്ക്ക് കുടിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്കായി. ഇത്രയധികം ജീവനക്കാരുള്ള കപ്പലിൽ നിലവിൽ അടിസ്ഥാന സൗകര്യങ്ങൾ പൂർണ്ണമായിട്ടും തകർന്ന നിലയിലാണ്. കപ്പലിൽ അലക്ക് യന്ത്രങ്ങൾ ഭൂരിഭാഗവും പ്രവർത്തനരഹിതമാണ്. ശുചിമുറികളിൽ പലതും പൊട്ടിപ്പൊളിഞ്ഞു. മാത്രമല്ല ജീവനക്കാർക്ക് പ്രാഥമിക ആവശ്യങ്ങൾ നിർവഹിക്കാൻ പോലും മണിക്കൂറുകളോളം ക്യൂ നിൽക്കേണ്ടി വരുന്നു. അങ്ങനെ ആകെ മൊത്തത്തിൽ ഒരു പ്രശ്നത്തിലേക്കാണ് ഈ സൈനികർ ഇന്ന് അവിടെ ആ ഒരു സാഹചര്യത്തിൽ കടന്നു പോകുന്നത്. വലിയ പ്രതിസന്ധിയാണ്. ഇനി കപ്പലിനുള്ളിലെ ശുചിത്വമില്ലായ്മ, അത് രൂക്ഷമായിട്ടുള്ള ആരോഗ്യ പ്രതിസന്ധി. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഇതിനെപ്പറ്റി ഒരു ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു, അവിടുത്തെ അവസ്ഥകളൊക്കെ. അങ്ങനെ ആകെ മൊത്തത്തിൽ പ്രശ്നമാണ്. ആ പ്രശ്നത്തിന്റെ നടുവിൽ ഇന്നും യുദ്ധവും വെല്ലുവിളിയുമായിട്ട് ഒരു പ്രസിഡന്റ് നിൽക്കുകയാണ്. എന്നാൽ ഇവർക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളോ അല്ലെങ്കിൽ അടിസ്ഥാന സൗകര്യങ്ങളോ ഇവരെ കൊണ്ടുവരുന്ന കാര്യങ്ങളോ ഒന്നും തന്നെ അവിടെ ഈ പറയുന്ന പ്രസിഡന്റ് ഒരു കാര്യവും പറയുന്നില്ല എന്നുള്ളതാണ്. എന്തിനേറെ പറയുന്നു, ട്രംപ് ഒരു വിമാനം മാറി കയറിയപ്പോൾ ആ വിമാനത്തിൽ താൻ ഉണ്ട് എന്നുള്ളത് ഇറാൻ അറിയാം. അതുകൊണ്ട് ഇറാൻ വെടിവെക്കുമെന്ന് തങ്ങൾക്കും തങ്ങളുടെ രഹസ്യമായിട്ടുള്ള നീക്കങ്ങൾ നടത്തിയ ആളുകൾക്കും അറിയാം. ആ ആളുകൾ മനഃപൂർവ്വം അവിടെ മാധ്യമ പ്രവർത്തകരെയും ഉദ്യോഗസ്ഥരെയും ആ ഒരു വിമാനത്തിൽ പറത്തിവിട്ടു. ഏത് നിമിഷവും അത് കൊല്ലപ്പെടാം, അത് ആക്രമിക്കപ്പെടാം എന്ന് അവർക്കറിയാമായിരുന്നു. അവിടെയും എന്താണ് ചെയ്തത്? അവിടുത്തെ ജനങ്ങളെയോ അവിടുത്തെ ജീവനെയോ അല്ല നോക്കിയത്. സ്വന്തം സ്വാർത്ഥതയും അതുപോലെ തന്നെ സ്വന്തം താല്പര്യങ്ങൾക്കും അനുസരിച്ചാണ് ട്രംപ് എപ്പോഴും പെരുമാറുന്നത്. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ 2 കാര്യം എന്ന് പറയുന്നത്. അന്ന് ആ ഒരു പക്ഷേ ഇറാന്റെ ആക്രമണം ആ ഒരു വിമാനത്തിന് നേരെ നടന്നിരുന്നുവെങ്കിൽ ട്രംപ് അവിടെ മനഃപൂർവ്വം ആ ഉദ്യോഗസ്ഥരെ ഒരു ബലിയാടാക്കുകയായിരുന്നു. സ്വയരക്ഷയ്ക്ക് വേണ്ടിയിട്ട് 10 പേരുടെ ജീവൻ കൊടുക്കുന്നതിന് പോലെയാണ് ട്രംപ് പെരുമാറുന്നത്. ഇപ്പോൾ ഈ സൈനികർ അനുഭവിക്കുന്നതും ഏറെക്കുറെ അങ്ങനെ തന്നെയാണ്. 5000 പേർ എന്ന് പറയുമ്പോൾ ചിലർ കാര്യമല്ല, അത്രയും ജീവനുകൾ അവിടെയുണ്ട്. ഇനി കപ്പലിലെ ഭക്ഷ്യശേഖരം തീർന്നു തുടങ്ങിയതോടെ സൈനികർക്ക് നൽകുന്ന ഭക്ഷണത്തിന്റെ അളവ് വലിയ തോതിൽ വെട്ടിക്കുറച്ചിരിക്കുകയാണ്. അങ്ങനെ ആകെ ശോഷിച്ചു പോകുന്ന ഒരു സൈന്യത്തെ വെച്ചിട്ട് എങ്ങനെ യുദ്ധം ചെയ്യാനാണ് ട്രംപ് തീരുമാനിക്കുന്നത്? മനസ്സിലാകുന്നില്ല. ട്രംപിന്റെ അഹങ്കാരം എന്ന് പറയുന്നത് ചില്ലറയല്ല. ഈ ആളുകളെ ഒന്നും നോക്കാതെ വീണ്ടും വീരവാദവും ഒരു ബുദ്ധിയില്ലാത്ത രീതിയിലുള്ള വെല്ലുവിളിയും നടത്തുന്ന ട്രംപ് എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഇങ്ങനെ ഒരു പ്രസിഡന്റിനെയാണോ അമേരിക്കയ്ക്ക് വേണ്ടത്? എന്തായാലും ഇടക്കാല തെരഞ്ഞെടുപ്പ് വരികയാണ്. ഈ സൈനികരുടെ കുടുംബങ്ങളെല്ലാം അവിടെയുണ്ട്. അവർ ഒരുപക്ഷെ മാറി ചിന്തിക്കുമെന്നതിൽ സംശയമില്ല. കാരണം സ്വന്തം സെനറ്റ് അംഗങ്ങൾ പോലും തള്ളി പറയുന്ന ഒരു അവസ്ഥയിലേക്ക് ട്രംപ് എത്തി വന്നിരിക്കുകയാണ്. ഒരാവശ്യവുമില്ലാതെ തുടങ്ങിയ യുദ്ധം, ഈ യുദ്ധത്തിൽ നിന്ന് അമേരിക്കയ്ക്ക് ഉണ്ടാകുന്നത് ഏറ്റവും വലിയ പതനമാണ്. അതാണ് ഇപ്പോൾ ഈ എബ്രഹാം ലിങ്കനിൽ എന്ന് പറയുന്ന കപ്പലിൽ കാണപ്പെടുന്നത്. ഏത് നിമിഷവും മരണപ്പെടാം, ഏത് നിമിഷവും എന്തും സംഭവിക്കാം, മാനസിക നില തെറ്റുന്നു. അങ്ങനെ ഉള്ള ഒരു പ്രശ്നത്തിലൂടെ 5000 സൈനികർ കടന്നു പോവുകയാണ്. അവിടുന്ന് 7 മരണം കൂടി റിപ്പോർട്ട് ചെയ്യുന്നു. പരസ്പരം തല്ലുകൂടുന്നു, കൊല്ലുന്നു. അങ്ങനെ ഒരു കാര്യം വരുമ്പോൾ അതിലൊന്നും തന്നെ പ്രതികരണം നടത്താൻ പെന്റഗണിനോ ട്രംപിനോ കഴിയുന്നില്ല എന്നതാണ്. അത് അവരുടെ ഏറ്റവും വലിയ പരാജയം കൂടിയാണ്.